2 കൂപ്പൺ സിമ്പിളായിട്ട് ചെലവാണ്ടായിരുന്നു. നീ നശിപ്പിച്ച്. ഞാൻ എന്ത് ചെയ്തിട്ടാ? നിന്റെ ആ ചേട്ടാ വിളിയില്ലേ, അതാണ് പ്രശ്നമാക്കിയത്. പിന്നെ ഞാൻ അനിയാന്ന് വിളിക്കുന്നോ? രണ്ടും വിളിക്കരുത്. ചേച്ചി നടന്ന് നീട്ടി വിളിക്കണം. ഈ പായസൊക്കെ ചേച്ചിമാരുടെ എരിയണം. ചേട്ടന്മാർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഗോതമ്പും പാലടയും 2 കൂപ്പൺ ചെലവായനല്ലേ? അടുത്ത വീട്ടിൽ ചെല്ലുമ്പോഴേ ചേച്ചി നീട്ടി വിളിക്കാം. ആ ചേച്ചി നമ്മള് ഓണത്തിന്റെ പായസ കൂപ്പൺ വിൽക്കാൻ വന്നതാണ്. മുനമ്പം പച്ചമീൻ വിൽക്കാൻ വന്നതല്ല. ഒന്ന് വിളിച്ചോക്കല്ല. ഇനി വിളിച്ചാൽ നിന്നെ ഞാൻ എന്തേലും വിളിക്കും. എന്നാ വിളിക്കണല്ലോ. ആരാ? എന്താ? നമസ്കാരം ചേച്ചി. ഞങ്ങള് മഴയോ? നിങ്ങളാണോ മഴ? ഞങ്ങള് മഴയല്ല, ഞങ്ങള് പൂനിലാമഴ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികളാ. പ്രസിഡന്റ് സെക്രട്ടറി. ഒയ്യോ തെറ്റിപ്പോയി. സെക്രട്ടറി പ്രസിഡന്റ്. ഒയ്യോ. ഞാൻ പ്രസിഡന്റ്, ഇവൻ സെക്രട്ടറി. ശരി, എന്നാ രണ്ടുപേരെയും കണ്ടതിൽ സന്തോഷം. പോലെ മാഡം, ഞങ്ങള് പായസ കൂപ്പൺ കൊണ്ടുവന്നതാ. പാലട ഗോതമ്പ് രണ്ടിനും ഒരേ വില 250 രൂപ. ലിറ്ററിനാണോ? അതെ, 1/2 ലിറ്ററിന്. എനിക്ക് ഗോതമ്പാണ് ഇഷ്ടം. മരുമോൾക്കാണെങ്കിൽ പാലടയും. ഇപ്പൊ എങ്ങനെയുണ്ട്? ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് 2 കൂപ്പണാണ് ചെലവാൻ പോണേ. ഒരു ഗോതമ്പ് പായസം എടുത്തോ. അപ്പൊ പാലട വേണ്ടേ മരുമോക്ക്? പാലട വേണമെങ്കിൽ അവൾ കാശ് കൊടുത്ത് മേടിച്ചോളും. എനിക്ക് ഗോതമ്പ് പായസം മതി. ദേ വരണട്ടാ. ഗോതമ്പിങ്ങി ഗോതമ്പ് ഒരെണ്ണം ചെലവായില്ല. ഇത് ഞങ്ങളുടെ കുടുംബശ്രീ ഓണത്തിന് ഇറക്കിയ സമ്മാന കൂപ്പൺ. 500 രൂപയുള്ളൂ. ഇത് എടുത്തിട്ട് 250 രൂപ ബാക്കിതാ. എന്ത് പെട്ടെന്നല്ലേ 2 കൂപ്പൺ ചെലവായത്. നമ്മളൊന്നും അങ്ങോട്ട് കൊടുത്ത് ചേച്ചി ഒന്ന് ഇങ്ങോട്ട് തന്ന്. പറ്റിയത് പറ്റി. ഇനി അടുത്ത വീട്ടിൽ കയറാം. അടുത്ത വീട്ടില് ചേച്ചി നീട്ടി വിളിച്ചാ മതിയാ. എടാ, ഞാൻ ഞങ്ങളുടെ കുടുംബശ്രീയിലേക്ക് കിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അടി പോരാഞ്ഞിട്ടാണോ പുതിയ പേരിട്ട് വേറെ അടി ഉണ്ടാക്കണത്? ഞാനൊരു അടി തന്നിട്ടുണ്ടെങ്കിലുണ്ടല്ല. എടാ, ഞങ്ങളുടെ കുടുംബശ്രീയിലെ ഓണാഘോഷമാണ്. ഓരോരുത്തരും ഓരോ കറി ഉണ്ടാക്കി കൊണ്ടുവരും. ഞാൻ ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് കിച്ചടിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇന്നിവിടെ കിച്ചടി മാത്രമേ ഉണ്ടാവുള്ളൂ. ഉണ്ടാവും തോന്നുന്നില്ല. ബാക്കി ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. അപ്പൊ ഉച്ചക്ക് ചോറ് ഞാനോ? നീ ഒരു മുട്ട വറുത്ത് ചോറിന്. ഓ, ഇതുപോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന യഥാർത്ഥ നായകനാണല്ലോ ഈ കോഴിമുട്ട. ആഹാ, പഞ്ച ഡയലോഗാണല്ലോ. ആട് സിനിമയിലെ. ഇപ്പൊ ആടും ഡയലോഗൊക്കെ പറഞ്ഞു തുടങ്ങിയ. ആട് സിനിമയിലെ അറക്കൽ അബുസാർ പറഞ്ഞ ഡയലോഗാ. തൈര് ഇരിപ്പുണ്ട്. തൈര് കൂടി ഇരുന്ന് കുമ്പളങ്ങി എടുത്തല്ലേ കിച്ചടി ഉണ്ടാക്കിയേ. ഇതിനെ കിച്ചടി എന്നല്ലേ പറയണേ, പച്ചടി എന്നല്ലേ? പച്ചടിയാ? കഴിഞ്ഞ ദിവസം ചേച്ചി ഇവിടെ പച്ചടി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ഈ ടൈപ്പ് കറിയല്ലേ? ജയ ഉണ്ടാക്കുമ്പോൾ അത് പച്ചടി, ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് കിച്ചടി. ഇനി നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിലേ കമന്റ് ബോക്സിലിട്ട് ചോദിക്ക്, പച്ചടി ഏതാണ് കിച്ചടി ഏതാണെന്ന്. ഇനി കമന്റ് ബോക്സിലിട്ടിട്ട് വേണം അവിടെ കിടന്ന് അടിയാവാൻ.